നമസ്കാരം, ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഹൈറൈഡർ നിയോ ഡ്രൈവിന്റെ ഈ വേരിയന്റായ ബേസ് വേരിയന്റിൽ എന്തൊക്കെ ഫീച്ചർ ഉണ്ടെന്ന് പരിചയപ്പെടുത്താനാണ്. നമുക്ക് ഫ്രണ്ട് ലുക്ക് നോക്കാം. ഫ്രണ്ട് ലുക്ക് നോക്കുന്ന സമയത്ത് എല്ലാ വാഹനങ്ങളിൽ പോലെ തന്നെ ഒരു വൈഡ് വിൻഷീൽഡും വൈപ്പർ വിത്ത് ഫ്രഷറും അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോണറ്റ് നോക്കുന്ന സമയത്ത് നമുക്കൊരു രണ്ട് എയർ ഡ്രാഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ താഴോട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ടൊയാറ്റോയുടെ ഒരു ബാഡ്ജ് നമുക്കിവിടെ കാണാം. പിന്നെ നമുക്ക് ഇൻഡിക്കേറ്ററിലോട്ട് നോക്കുന്ന സമയത്ത് DRL വിത്ത് ഇൻഡിക്കേറ്ററാണ് നമുക്ക് ഇതിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിൽ താഴോട്ട് വരുന്ന സമയത്ത് നമുക്കൊരു ഹെഡ്ലൈറ്റ് നോക്കുന്ന സമയത്ത് പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് ആണ് വണ്ടിക്ക് വരുന്നത്. ഇത് മുകളിലുമല്ല താഴെയുമല്ല, ഏകദേശം മിഡിലാണ് ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വണ്ടിക്കകത്ത് ഫോഗ് ലാമ്പിന്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ടൊയാറ്റോയുടെ എല്ലാ വാഹനങ്ങളും പോലെ തന്നെ ഒരു ട്രപ്പിസോയിഡ് ഹണികോം ഗ്രില്ല് തന്നെയാണ് ഈ വണ്ടിക്ക് വന്നിരിക്കുന്നത്. താഴേക്ക് നോക്കുന്ന സമയത്ത് നമുക്കൊരു സ്കിപ്പ് ലൈറ്റും കാര്യങ്ങളെല്ലാം വണ്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ സൈഡിലേക്ക് നോക്കാം. ഇനി നമ്മൾ സൈഡിലോട്ട് നോക്കുമ്പോൾ തന്നെ അതിമനോഹരമായി തന്നെ നമുക്ക് ഗ്ലാഡിങ്ങും കാര്യങ്ങളെല്ലാം ബ്ലാക്ക് കളറിൽ തന്നെ വണ്ടിക്ക് വരുന്നുണ്ട്. വിത്ത് വീൽ ആർച്ചാണ് അതിൽ വരുന്നത്. ഇതിന്റെ ബേസ് വേരിയന്റിൽ വരുന്ന സമയത്ത് നമുക്കൊരു 7 ഇഞ്ചിന്റെ നോർമൽ വീലാണ് ഇതിനകത്ത് വരുന്നത്, ഡ്രിമ്മിലാണ് വരുന്നത്. ഇതിൽ 4 വീലും ഈ വണ്ടിയുടെ ഡിസ്ക് ആണ് വരുന്നത്. ഓക്കെ. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുന്ന സമയത്ത് നമുക്കൊരു 210 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ വണ്ടിക്ക് വരുന്നുണ്ട്. ബോഡി കളർ ORVM അല്ല, ബ്ലാക്ക് കളർ ORVM ആണ് ബേസ് വേരിയന്റിൽ എല്ലാ വണ്ടിക്കും വരുന്നുണ്ട്. പക്ഷേ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിററാണ് വരുന്നത്. ORVMൽ തന്നെ നമുക്ക് സൈഡ് ഇൻഡിക്കേറ്ററും വരുന്നുണ്ട്. ഈ സൈഡ് ഇൻഡിക്കേറ്റർ എന്ന് വെച്ചാൽ ഈ സൈഡ് വരെ കവറാണ്. ഈ കവർ ആയതുകൊണ്ട് തന്നെ ബാക്കി വരുന്ന വാഹനങ്ങൾക്ക് പെട്ടെന്ന് നമുക്കിത് ക്യാച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് പറയാം, ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുമ്പോൾ ഈ സെഗ്മെന്റിൽ ഏറ്റവും ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടിയ വെഹിക്കിളാണ് ഇത്. 210 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ വെഹിക്കിൾ വരുന്നത്. നമുക്ക് റിയർ സൈഡിലേക്ക് വരാം. റിയർ സൈഡിലോട്ട് വരുമ്പോൾ നമുക്കൊരു ഷാർപ്പിന്റെ ആനിനെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു ഹൈ മൗണ്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ താഴോട്ട് വരുന്ന സമയത്ത് ഗ്ലാസ്സിൽ ഡീഫോഗറും വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. ബേസ് വേരിയന്റിലാണ് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത്. അതിന്റെ തൊട്ട് താഴെ വരുമ്പോൾ നമുക്ക് സ്പ്ലിറ്റഡ് ടൈപ്പ് LED ലൈറ്റ് ആണ് വരുന്നത്. LED ലൈറ്റിലെ ടെയിൽ ലൈറ്റ് സ്പ്ലിറ്റഡ് ടൈപ്പ് ആണ് നമുക്ക് വരുന്നത്. അതിന് തൊട്ട് താഴെ നമുക്ക് അർബൻ ക്രൂസർ ഹൈറൈഡർ എന്നൊരു ബാഡ്ജ് ഉണ്ട്. അതിന് തൊട്ട് താഴെ വരുന്ന സമയത്ത് നമുക്ക് ബമ്പറിൽ തന്നെ സ്കിപ്പ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിലുള്ള ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് ബാക്ക് സെൻസറും വണ്ടിയിൽ വരുന്നുണ്ട്. ഓക്കെ. ഇനി നമുക്ക് ഇതിന്റെ ബൂട്ട് സ്പേസ് നോക്കാം. ഇതിന്റെ ബൂട്ട് സ്പേസ് വരുന്ന സമയത്ത് നമുക്കൊരു 370 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് ഈ വണ്ടിയിൽ വരുന്നത്. ഇതിൽ സ്പേസ് കൂട്ടാൻ നമുക്ക് വേണമെങ്കിൽ 60-40 സീറ്റാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരേ സമയം രണ്ടും കൂടെ മടക്കിയിടാതെ തന്നെ 2 രീതിയിൽ 2 സീറ്റും മടക്കിയിടാം. അത്യാവശ്യ സാധനങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ മാത്രം ഒരാൾക്ക് ഇരുന്നിട്ട് അത്യാവശ്യം നമുക്ക് സാധനവും ഈ വണ്ടിയിൽ കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ. പിന്നെ ഇതിന്റെ താഴോട്ട് നോക്കുക, നമുക്ക് സ്പെയർ വീലും കാര്യങ്ങളും എല്ലാം വരുന്നത്. ഇതിൽ പഞ്ചർ മൊബിലിറ്റി കിറ്റ് ആണ് ഈ വണ്ടിയിൽ വരുന്നത്. അത് എല്ലാം കറക്റ്റ് ജാക്കിയും കാര്യങ്ങളെല്ലാം കറക്റ്റ് നിലത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സാധനങ്ങൾ വണ്ടിക്കകത്ത് ക്യാരി ചെയ്യാൻ പറ്റും. നമുക്കിനി ഈ വാഹനത്തിന്റെ ബാക്ക് സീറ്റിലെ കംഫർട്ടിലോട്ട് നോക്കാം. നമുക്ക് തുറന്നു നോക്കാം. ഓക്കെ. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂമും ടൈ സപ്പോർട്ടും നമുക്ക് ബാക്കിൽ കിട്ടുന്നുണ്ട്. പിന്നെ ബാക്കിൽ ഹാംറസ്റ്റ് ബാക്കിൽ വരുന്നുണ്ട്. ഹാംറസ്റ്റും അതിൻ്റെ ഒരു സ്പേസും കാര്യങ്ങളെല്ലാം ബാക്കിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഹെഡ് റെസ്റ്റ് 3 ബാക്കിൽ 1, 2, 3 ഹെഡ് റെസ്റ്റും വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ റിയർ AC വെന്റും കാര്യങ്ങളും ബാക്കിൽ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഡ്രൈവർ സൈഡിലോട്ട് നോക്കാം. ഡ്രൈവർ സൈഡിൽ നോക്കണം, ഈ ബേസ് വേരിയന്റ് ഈ വെഹിക്കിളിൽ നമുക്ക് കീലെസ് എൻട്രിയും കാര്യങ്ങളെല്ലാം ബേസ് വേരിയന്റ് തൊട്ട് തന്നെ ഹൈ റൈഡറിൽ വരുന്നുണ്ട്. ഓക്കെ. ഇനി നമുക്ക് വണ്ടിയിൽ കയറി നോക്കാം. കയറിയിരുന്ന് നമുക്ക് ഡോർ പാഡ് നോക്കാം. ഡോർ പാഡ് നോക്കുന്ന സമയത്ത് 4 ഡോർ പവർ വിൻഡോ, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറർ, ലോക്ക് ബട്ടൺ, അൺലോക്ക് ബട്ടണും ഈ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴോട്ട് നോക്കുന്ന സമയത്ത് നമുക്കൊരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. അത്യാവശ്യം പേപ്പറും ബുക്കും എല്ലാം വെക്കാനുള്ള സ്പേസും കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡ്രൈവർ സീറ്റ് നോക്കാം. ഡ്രൈവർ സീറ്റ് നോക്കുന്ന സമയത്ത് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ടും വണ്ടി ബേസ് വേരിയന്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഓക്കെ, നമ്മൾ ഈ ബേസ് വേരിയന്റ് തൊട്ട് തന്നെ നമുക്ക് ടിൽറ്റഡ് ആൻഡ് ടെലസ്കോപ്പിക് സ്റ്റിയറിംഗ് വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഹാംറസ്റ്റും കാര്യങ്ങളും എല്ലാം ബേസ് വേരിയന്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഹാംറസ്റ്റിന്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല സ്പേസും വണ്ടിയിലുണ്ട്. പിന്നെ നോർമൽ പാർക്കിംഗ് ബ്രേക്കാണ് നമുക്ക് വന്നിരിക്കുന്നത്. പിന്നെ ഓട്ടോമാറ്റിക് AC, പിന്നെ ACയുടെ സ്വിച്ചും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ട്രാക്ഷൻ കൺട്രോളും ഐഡിയൽ, പിന്നെ അത്യാവശ്യം നല്ലൊരു ഗ്ലൗ ബോക്സും വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം പ്രീമിയം രീതിയിലുള്ള ഒരു ഡാഷ്ബോർഡാണ് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. റൂഫ് ലാമ്പിന്റെ സ്വിച്ചും കാര്യങ്ങളെല്ലാം മുകളിൽ അതുമായിട്ട് തന്നെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ എഞ്ചിൻ പരിചയപ്പെടാം. ഇതിൽ വരുന്നത് 1.5 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് ആയ പെട്രോൾ എഞ്ചിനാണ് നമുക്ക് ഈ വണ്ടിയിൽ വരുന്നത്. ഈ എഞ്ചിൻ ഒരു 110 PS പവറും 136 Nm ടോർക്കും നമുക്ക് തരുന്നുണ്ട്.